പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാത്ത സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധവുമായി കർഷകർ. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കർഷകർ വരാപ്പുഴ പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. വ്യവസായശാലകൾ പുറന്തള്ളിയ വിഷജലം പെരിയാറിൽ കൂട്ട മത്സ്യക്കുരുതിക്ക് കാരണമായിട്ട് 4 മാസം പിന്നിടുന്നു. 200 മത്സ്യക്കൂട് കർഷകരുടെ 400ഓളം കൂട്ടിലെ മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങിയത്. കൂടാതെ 10 കിലോമീറ്റർ ചുറ്റളവിൽ പെരിയാറിലെ ആവാസ വ്യവസ്ഥയെയും ഇത് തകിടം മറിച്ചു. കുംഫോസും ഹൈക്കോടതി നിയമിച്ച സമിതിയും വ്യവസായശാലകളിൽ നിന്നൊഴുക്കുന്ന മലിനജലമാണ് മത്സ്യക്കുരുതിക്ക് കാരണമാകുന്നത് എന്നാണ് റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും കുറ്റക്കാർക്കെതിരെ സർക്കാർ തലത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല. മത്സ്യകർഷകർ 17 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായി എന്നതാണ് കണ്ടെത്തൽ. വ്യവസായശാലകൾ പുറന്തള്ളിയ വിഷജലം പെരിയാറിൽ കൂട്ട മത്സ്യക്കുരുതിക്ക് കാരണമായിട്ട് 4 മാസം പിന്നിടുന്നു. 200 മത്സ്യക്കൂട് കർഷകരുടെ 400ഓളം കൂട്ടിലെ മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങിയത്. കൂടാതെ 10 കിലോമീറ്റർ ചുറ്റളവിൽ പെരിയാറിലെ ആവാസ വ്യവസ്ഥയെയും ഇത് തകിടം മറിച്ചു. കുഫോസും ഹൈക്കോടതി നിയമിച്ച സമിതിയും വ്യവസായശാലകളിൽ നിന്നൊഴുക്കുന്ന മലിനജലമാണ് മത്സ്യക്കുരുതിക്ക് കാരണമെന്ന് റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും കുറ്റക്കാർക്കെതിരെ സർക്കാർ തലത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. മത്സ്യകർഷകർക്ക് 17 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് കണ്ടെത്തൽ. എന്നാൽ ഇതുവരെ നഷ്ടപരിഹാരം നൽകാനും സർക്കാർ തയ്യാറായിട്ടില്ല. 1 വർഷത്തോളം കാത്തിരുന്ന വളർത്തിയെടുത്ത മീനുകളെല്ലാം ഒറ്റ ദിവസത്തെ അവരുടെ അനാസ്ഥ മൂലം ചത്തൊടുങ്ങി. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടും സർക്കാരിൽ നിന്നോ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നോ 1 രൂപ പോലും ഈ മത്സ്യത്തൊഴിലാളികൾക്ക് കർഷകർക്ക് കിട്ടിയില്ല. അതുപോലെ തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾ ഉപജീവനം നടത്തിയിരുന്ന പെരിയാറിനെ ഒരു പൊടിക്കുഞ്ഞു പോലും മീനില്ലാത്ത വിധത്തിൽ നശിപ്പിച്ച് നാമവിശേഷമാക്കിയ വ്യവസായികൾക്കെതിരെയും അതുപോലെ ഒത്താശ ചെയ്ത PCBക്കെതിരെയും സർക്കാരിനെതിരെയുമാണ് നമ്മുടെ ഈ സമരം. 2ാം ഘട്ട സമരപരിപാടികളുടെ ഭാഗമായാണ് വരാപ്പുഴ പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതുവരെ ശക്തമായ സമരം തുടരാനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം. ജനം, കൊച്ചി.